വീഡിയോ അനാലിസിസ് ആൻഡ് മോഡലിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പെക്ട്രത്തിന്റെ വീഡിയോ എങ്ങനെ അനലൈസ് ചെയ്യാം, അതുവഴി ബ്ലാക്ക് ബോഡി സ്പെക്ട്രം അതിന്റെ തിയറി എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ട്രാക്കർ ടൂള് quizlet.org/tracker എന്ന വെബ് പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അനാലിസിസിന് വേണ്ട സാമ്പിൾ വീഡിയോസും ഈ വെബ്സൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ സ്പെക്ട്രോസ്കോപ്പി വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് അൺസിപ്പ് ചെയ്ത് അതിലെ വീഡിയോസ് സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡൗൺലോഡഡ് വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി ഒരു 60 വാട്ട് ഇൻകാൻഡസെന്റ് ബൾബിന്റെ പല വോൾട്ടേജിലുള്ള വീഡിയോസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്നും 3 വീഡിയോസ് ആണ് ഞാൻ ഈ അനാലിസിസിന് വേണ്ടി ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. 60 വാട്ട് ബൾബിന്റെ ഇൻകാൻഡസെന്റ് ബൾബിന്റെ 60 വോൾട്ടിൽ ഉള്ള വീഡിയോയും 80 വോൾട്ടിലുള്ള സ്പെക്ട്രം വീഡിയോയും 100 വോൾട്ടിലുള്ള സ്പെക്ട്രം വീഡിയോയും. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പെക്ട്രത്തിന് എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതുവഴി അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോസ്, ഈ അനാലിസിസിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് ഗ്രേ വീഡിയോസ് ആണ് എടുത്തിരിക്കുന്നത്. കളേർഡ് സ്പെക്ട്രം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്, അതും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായി തന്നെ ട്രാക്കർ വീഡിയോ ഓപ്പൺ ചെയ്യുക. ഇനി സ്റ്റഡി ചെയ്യേണ്ട വീഡിയോ ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇനി സ്പെക്ട്രം കാലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 നോൺ വേവ് ലെങ്ത് എങ്കിലും ഇതിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സാമ്പിൾ വീഡിയോസിലൊക്കെ ഈ കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി അവർ ഒരു ഗ്രീൻ ലേസറും റെഡ് ലേസറും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ 2 ഡോട്ടുകളായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ലേസറുകളുടെ വേവ് ലെങ്ത്തുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സ്പെക്ട്രത്തിനെ കാലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ന്യൂ കാലിബ്രേഷൻ പോയിന്റ്സ് ആഡ് ചെയ്യുക. ദെൻ ഈ രണ്ട് പോയിന്റുകളിൽ ഷിഫ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്ലസ് ക്ലിക്ക്, മൗസ് ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ സെലക്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ സൂം ചെയ്ത് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. ദെൻ ഇതിന്റെ എക്സ് വാല്യൂസ് ആണ് നമ്മൾ വേവ് ലെങ്ത്തുകളായിട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഗ്രീൻ ലേസർ ആണ്. ഗ്രീൻ ലേസറിന്റെ വേവ് ലെങ്ത് അവർ ഉപയോഗിച്ചത് 543 ആണ്. 543. ദെൻ റെഡ് ലേസറിന്റെ വേവ് ലെങ്ത് x2 എന്നുള്ള പോയിന്റിൽ കൊടുക്കാം. 633 ആണ് അവർ ഉപയോഗിച്ചിരുന്ന ലേസറിന്റെ വേവ് ലെങ്ത്. ദെൻ ആക്സസ് നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ ലൈൻ പ്രൊഫൈൽ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്റൻസിറ്റി, ലാംഡ വേഴ്സസ് ഇന്റൻസിറ്റി പ്ലോട്ട് ചെയ്യുന്നതിനായിട്ട് ട്രാക്കിൽ നിന്ന് ന്യൂ ലൈൻ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ദെൻ ലെഫ്റ്റ് എൻഡിൽ, ഈ സ്പെക്ട്രം വരുന്ന റീജിയനിൽ ലെഫ്റ്റ് എൻഡിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട്, ഷിഫ്റ്റ് പ്ലസ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. ദെൻ ഡ്രാഗ് ചെയ്യുക. ടുവേർഡ്സ് റൈറ്റിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ ഡ്രാഗ് ചെയ്യുക. അങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന്റെ ഇന്റൻസിറ്റി പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രം പോലെ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ പീക്ക് ചെയ്തുകൊണ്ട് 2 എൻഡിലും വേവ് ലെങ്ത്തുകൾ ഇൻഫിനിറ്റിലോട്ടും സീറോട്ട് പോകുമ്പോഴും ഇന്റൻസിറ്റി സീറോയിലേക്ക് പോകുന്നതായിട്ട് നമുക്കിതിൽ കാണാം. ഇതിന്റെ മാക്സിമം ഇന്റൻസിറ്റി വരുന്ന വേവ് ലെങ്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മാക്സിമം ഇന്റൻസിറ്റി വരുന്നത് ഏകദേശം ഇവിടെയാണ്. നമ്മൾ മൗസ് അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇവിടെ ഏകദേശം വരുന്നത് 575 നാനോമീറ്റർ ആണ്. ഇവിടെ മീറ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത്, നമ്മളത് നാനോമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 576 നാനോമീറ്ററിന് അടുത്താണ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റഫ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി വാല്യൂ, ഈ ലാസ്റ്റ് കോളം ലുമിനോസിറ്റി എന്നുള്ള ലാസ്റ്റ് കോളത്തിൽ ഇന്റൻസിറ്റി വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. അത് താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്ത് വരുന്നത് ആയിട്ട് കാണാം. 17, 20, 24, 25. അത് മാക്സിമം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. 32, 33, 35, 38, 40. 40 ആണ് ഈ പ്രൊഫൈലിൽ മാക്സിമം ആയിട്ട് കാണിക്കുന്നത്. ആ 40 ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിൽ അതിൽ 40 ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ഏകദേശം മിഡിലിൽ വരുന്ന ഒരു വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാം. ഏകദേശം ഇതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആയിരിക്കും അതിന്റെ വേവ് ലെങ്ത്. മാക്സിമം വേവ് ലെങ്ത് ലാംഡ മാക്സ് കറസ്പോണ്ടിങ് ടു 60 വോൾട്ട്. 60 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വേവ് ലെങ്ത് ഇതാണെന്നാണ് നമുക്കിപ്പോൾ ഈ അനാലിസിസിൽ നിന്ന് കിട്ടുന്നത്.
ഇതുപോലെ രണ്ടാമത്തെ വീഡിയോ ഓപ്പൺ ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 80 വോൾട്ടിലുള്ള സെയിം ബൾബിന്റെ 60 വാട്ട് ബൾബിന്റെ 80 വോൾട്ട്, ഇപ്പോൾ 80 വോൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇന്റൻസിറ്റി കൂടുന്നുണ്ടാവും, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രൊഫൈലിൽ മാറ്റം വരും. എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. കാലിബ്രേഷൻ പോയിന്റ്സ് കൊടുക്കുക, ന്യൂ കാലിബ്രേഷൻ പോയിന്റ്സ് സൂം ചെയ്തതിന് ശേഷം രണ്ട് ലേസർ പോയിന്റുകളിൽ ഷിഫ്റ്റ് പ്ലസ് ക്ലിക്ക് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക, 543, then 633 നാനോമീറ്റർ. ട്രാക്ക് ന്യൂ ലൈൻ പ്രൊഫൈൽ വരയ്ക്കുക. $557 ആണ് ഏകദേശം ഇവിടെ മാക്സിമം വരുന്നത്. 563 ആണ് ലാംഡ മാക്സ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അത് നമുക്ക് ഈ ലുമിനോസിറ്റി വാല്യൂവിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലുമിനോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, 27, 50, 100, 120, 133. ഐ തിങ്ക് 133 ആണ് ഈ പ്രൊഫൈലിൽ. 135 ആണ് ഇവിടെ മാക്സിമം വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് 556 ആണ്. നമുക്ക് 556. Now import the next video corresponding to 100 വോൾട്ട് കൂടിയ ടെമ്പറേച്ചറിലുള്ള ഒരു ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ഇൻകാൻസെന്റ് ബൾബിന്റെ സ്പെക്ട്രം നമുക്ക് അനലൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിബ്രേഷൻ പോയിന്റ്സും ലൈൻ പ്രൊഫൈലും ചെയ്യുക. then track now for the 100 volt spectrum, the peak is somewhere here, 552. So here the maximum comes around 204 corresponding to 551. അപ്പോൾ ഈ 3 സ്പെക്ട്രം അനലൈസ് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് രണ്ട് ചേഞ്ചസ് ആണ് ഇതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, ഇന്റൻസിറ്റിയിൽ വരുന്ന മാറ്റം. ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ടോട്ടൽ ഇന്റൻസിറ്റി, ഈ കർവിന്റെ ഇന്റൻസിറ്റി പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് സ്റ്റിഫാൻസ് ലോ ആണ് അവിടെ കാണുന്നത്. സ്റ്റിഫാൻസ് ലോ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് T⁴ ആയിട്ട് ടെമ്പറേച്ചറിന്റെ 4th പവർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് നോക്കാവുന്ന വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ്. അതായത് 60 വോൾട്ടേജിൽ നമുക്ക് പീക്ക് ചെയ്യുന്ന വേവ് ലെങ്ത് നമുക്ക് കിട്ടിയത് 584 584. ദെൻ 80 വോൾട്ട് ആയി കഴിഞ്ഞപ്പോൾ ആ പീക്ക് വോൾട്ടേജ് കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഓവർ വേവ് ലെങ്ത്തിലേക്ക് വന്നു. 80 വോൾട്ട് ആയപ്പോൾ 556 അത് പീക്ക് ചെയ്തിരുന്നത്. ദെൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തപ്പോൾ 100 വോൾട്ടേജ് ആയപ്പോൾ ടെമ്പറേച്ചറും നന്നായിട്ട് ഇൻക്രീസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ലാംഡ മാക്സ് ആയിട്ട് വരുന്നത് കുറച്ചും കൂടി കുറഞ്ഞ വേവ് ലെങ്ത് ആയിട്ടുള്ള 552 ആണ്. ഇതൊന്ന് ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയുടെ വെരിഫിക്കേഷനും ഈ അനാലിസിസിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. 3 ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ 3 ഡിഫറെന്റ് വോൾട്ടിലെ ഇന്റൻസിറ്റി പ്രൊഫൈലുകൾ കമ്പയർ ചെയ്യുന്നതിനായിട്ട് ഈ ഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. 3 പ്ലോട്ടുകളിലും ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വിൻഡോ പോപ്പപ്പ് ചെയ്യുകയും 3 ഗ്രാഫുകളും ഒരുമിച്ച് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പീക്ക് വേവ് ലെങ്ത് കുറഞ്ഞ വേവ് ലെങ്ത്തിലേക്ക് ലാംഡ മാക്സ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ഈ പ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ കമ്പൈൻഡ് പ്ലോട്ട് എക്സ്പോർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.